കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 55 സങ്കീർത്തനം അതിൻ്റെ 18 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കേട്ട വചനഭാഗങ്ങളെ നോക്കുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ സങ്കീർത്തനം കുറിക്കുന്നത്. ദാവീദ് പറയുന്നതായ ഒരു കാര്യം, എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ, 1 2 പേരായിരുന്നില്ല. ഇവിടെ 12-ാം വാക്യത്തിൽ നമ്മളെ കേൾപ്പിക്കുന്ന പോലെ, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു എന്നാ പറയുന്നത്. എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവത്തിന് സ്തോത്രം. ജീവിത അനുഭവങ്ങളിലൂടെ നമ്മളും ഓരോരുത്തരും നമ്മുടെ അനുഭവത്തെക്കുറിച്ചൊന്ന് നോക്കിയാൽ ദൈവം തന്ന നന്മ എത്രയോ വലുതാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതിനോട് ചേർത്ത കാര്യങ്ങൾ തന്നെയാണ്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരും കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയിട്ടുള്ളവർക്കും ലോകം എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. അവിടെ നമ്മളെ കേൾക്കുന്നത്, എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ എന്നാ പറഞ്ഞേ. ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഒരു വീണ്ടെടുപ്പ് തന്ന് സമാധാനത്തിലാക്കുവാൻ ഒന്ന് മാത്രം അയച്ചവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, വിളിച്ച് വേർതിരിച്ച ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളെ സമാധാനത്തിലാക്കിയ ദൈവത്തിന് സ്തോത്രം. എവിടെ അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമുക്ക് എത്രയോ നല്ലത്. ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നമുക്ക് എത്രമാത്രം നല്ലതാണ്. കാരണം ദൈവം തന്ന ഏറ്റവും വലിയ നന്മ, ആമേ സ്തോത്രം. കർത്താവിന് വേണ്ടിയിട്ട് വിളിച്ച് വേർതിരിച്ച് ഇറങ്ങിയവരുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുണ്ട്. മുൻപിൽ ദൈവമക്കളെ ഒരു ചെങ്കടൽ ഒഴുകുമ്പോൾ പിന്നിൽ നിന്ന് ശത്രുക്കളും പാഞ്ഞു ഓടിയെത്തുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്ന മോശ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന എത്ര വലുതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൂടെ നിൽക്കുന്നവരും എല്ലാവരും കണ്ടു ഭയപ്പെടുമ്പോഴും മുന്നിലെ ചെങ്കടലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. കൂടെ നിൽക്കുന്നവർ കരുത്തേകുകയായിരുന്നില്ല. കൂടെ നിൽക്കുന്നവർ ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യങ്ങളും പിറുപിറുപ്പും പ്രശ്നങ്ങളും ഏറി നിൽക്കുമ്പോൾ മുന്നിൽ ചെങ്കടൽ, കൂടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ ഇങ്ങനെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിളിച്ച് വേർതിരിച്ച കർത്താവിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ മുന്നിൽ കിടക്കുന്ന ചെങ്കടൽ മാറത്തില്ല. പക്ഷേ ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകുന്നൊരു യാത്ര, അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ മുന്നിൽ പ്രശ്നങ്ങളേറെ നിൽക്കുമ്പോഴും പിന്നിലേക്ക് നോക്കിയാൽ പ്രാണൻ കളയുന്ന ശത്രുക്കൾ, മനസാക്ഷിയില്ലാത്തവർ, ആയുധധാരികൾ എല്ലാം കൊണ്ടും നോക്കിയാൽ, പിന്നിലേക്ക് നോക്കിയാൽ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രം. മുന്നിലേക്ക് നോക്കിയാൽ ഒരു നിമിഷം പോലും ഒന്ന് ആശ്വസിക്കാനുള്ള ഒരു നന്മയും മുന്നിൽ കാണാനില്ല. ഇതിൻ്റെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണണമെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മൾ കാണത്തുള്ളൂ. കർത്താവ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നാണെങ്കിൽ കൈപിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തുമായിരിക്കട്ടെ, അവയെ നമുക്ക് അസാധ്യമായ കാര്യമാണ്. പക്ഷെ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ട് ദൈവം ഏൽപ്പിച്ചത് ചെയ്യുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആമേ സ്തോത്രം. ദൈവം നമ്മളെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ദൈവം നടത്തിയ സകല നന്മകൾക്കായി
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ പ്രിയൻ്റെ വരവിൻ്റെ നാളിലെ കർത്താവെ, ആ വാടാത്ത കിരീടം ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന് വേണ്ടി ഓടുവാൻ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ യേശുവേ, ഈ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളേറെയാണ് കർത്താവെ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം കർത്താവെ ഒന്ന് ചിന്തിച്ചാൽ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും പ്രശ്നങ്ങൾ മാത്രം നിൽക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. ആരും തുറക്കാത്ത വഴി എൻ്റെ കർത്താവ് തുറക്കുമല്ലോ. ആരും പോകാത്ത വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്ന ദൈവം കൂടെയുണ്ടെന്ന് അനുഭവിക്കുവാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇതെന്ന് നിൻ്റെ മക്കൾക്ക് സാക്ഷിയായി തീരുവാൻ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടത കണ്ട് കർത്താവെ പിന്തിരിഞ്ഞു പോകാതെ അതിൻ്റെ നടുവിലൂടെ ദൈവം നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് വരെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. മഹത്വവും പുകഴ്ചയും എല്ലാം എൻ്റെ കർത്താവ് അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രതികൂല സാഹചര്യങ്ങളിൽ അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവത്തെ എൻ്റെ കർത്താവെ ലോകമെമ്പാട് സാക്ഷ്യം പറയേണ്ടതിന് വിശ്വസിക്കുന്ന മക്കളെയൊക്കെ കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.